ഇറാൻ US യുദ്ധത്തിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള സാധ്യത തെളിയുകയാണ്. ധാരണയ്ക്കുള്ള കരട് പത്രം തയ്യാറായതായാണ് റിപ്പോർട്ടുകൾ. കരാറിന്മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്തിമ തീരുമാനമെടുക്കും. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും US സൈനിക ഉപരോധം പിൻവലിക്കുകയും ചെയ്യും. US-ഇറാൻ സംഘർഷം യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി കടന്നുപോയിരുന്നത്. ഇറാൻ US-ന്റെ കുവൈറ്റിലുള്ള എയർബേസിലേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിരുന്ന കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തി. പകരമായി ഇറാന്റെ തെക്കൻ മേഖലയിലുള്ള നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസിലേക്ക് US മിസൈൽ ആക്രമണം നടത്തുന്നു. അതുപോലെ ഹോർമുസ് കടലിടുക്കിന്റെ പല മേഖലകളിലും ആക്രമണം ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ നേർഗണം ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ 60 ദിവസത്തെ വെടിനിർത്തലിനുള്ള ഒരു കരാറിന്റെ ധാരണാപത്രത്തിന്റെ കരട് രേഖ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസറ്റും അതുപോലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇനി US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അന്തിമ അംഗീകാരം കൂടിയാണ് വേണ്ടത്. ഇത് പ്രാബല്യത്തിൽ വന്നാൽ ഇറാൻ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താനും സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ട് തുറക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല US-ന്റെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് മേലുള്ള ഉപരോധം അവസാനിപ്പിക്കുമെന്ന് അമേരിക്കയും ഇതിന് പകരമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം ഈ ഒരു ധാരണാപത്രം പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നിലവിൽ ഇറാനും ഇത്തരമൊരു ധാരണാപത്രം തയ്യാറാക്കുന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭാഗത്ത് നിന്ന് മാത്രമാണ് ഇതിലൊരു പച്ചക്കൊടി വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം എബ്രഹാം അക്കോർഡ്സിൽ ഇറാനും അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളും പങ്കാളികളാകണമെന്ന് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു ധാരണാപത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ട്രംപ് സമാനമായിട്ടുള്ള ഉടമ്പടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സമാധാന ചർച്ചകൾക്ക് വലിയൊരു പ്രതിസന്ധിയാകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കരട് രേഖ അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ഈ യുദ്ധം അത് എല്ലാ മേഖലകളിലും നിർത്തിവെക്കാനും ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ലെബനനിൽ ഉൾപ്പെടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ ഈ ആണവ വിഷയങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനും സാധ്യതയുണ്ട്. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടുകൊടുക്കാനും ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരമൊരു കാര്യം അത് ഇറാൻ ഈ ഒരു ആവശ്യത്തിൽ ഇറാൻ അംഗീകാരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ഇറാന്റെ ഫണ്ട് വിട്ടു നൽകാൻ, അതായത് മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫണ്ട് വിട്ടു നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങൾ ലഘൂകരിക്കാനും സാധ്യതയുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലെബനനിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും ഉൾപ്പെടെ 20 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.